മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് കേട്ടിട്ടേയുള്ളൂ. ഒടുവിൽ അൻവർ തോൽവി സമ്മതിച്ചു. താൻ എവിടേക്കുമില്ല. റോസിക്ക് വയ്യെങ്കിൽ റോസി പൊയ്ക്കോളൂ എന്ന നിലപാടായിരുന്നു കോൺഗ്രസുകാർ അൻവറിനോട് സ്വീകരിച്ചത്. തിരികെ ഇടതുപക്ഷത്തേക്ക് ചെന്നാൽ ചവിട്ടി പുറത്താക്കാനാണ് പിണറായി പക്ഷത്തിന്റെ കടുത്ത നിർദ്ദേശം. ആവശ്യത്തിൽ കൂടുതൽ തലവേദന ഉള്ള സ്ഥിതിക്ക് അൻവർ എന്നൊരു അതിഭീകര തലവേദനയെയും ഒഴിയാബാധയെയും എടുത്ത് കൂട്ടത്തിൽ കൂട്ടാൻ BJPക്ക് ലവലേശം താല്പര്യമില്ല. കൂട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി സ്വരാജിനെ കൂടി പ്രഖ്യാപിച്ചതോടുകൂടി അൻവർ ആകെപ്പെട്ടു. ഇനി നാണക്കേട് മതിയാക്കാൻ കുറഞ്ഞ പക്ഷം വലിയ വീരവാദത്തോടുകൂടി കുറച്ച് സെന്റിമെന്റ്സ് ഒക്കെ പറഞ്ഞ് ഞാൻ ഒന്നിനുമില്ല, സമാധാനത്തിന്റെ പാതയിലാണെന്ന് വരുത്തി തീർക്കണം. എന്താണെങ്കിലും അൻവറിന്റെ ചീട്ട് കീറി. UDFിലേക്കില്ല എന്നും നിലമ്പൂരിൽ മത്സരിക്കില്ല എന്നും PV അൻവർ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോടികൾ വേണം, തൻ്റെ കയ്യിൽ പണമില്ല, താൻ സാമ്പത്തികമായി തകർന്നതുപോലും ജനങ്ങൾക്കു വേണ്ടി സംസാരിച്ചതിനാലാണെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മലമ്പുഴ സീറ്റ് തൃണമൂൽ ഏറ്റെടുക്കാമെന്ന് UDFിനോട് പറഞ്ഞിരുന്നു. UDF സ്ഥിരമായി തോൽക്കുന്ന 2 സീറ്റാണ് പിന്നീട് അഭ്യർത്ഥിച്ചത്. അവസാനം ഒരു സീറ്റ് ചോദിച്ചു. ഘടകകക്ഷി സ്ഥാനം വേണ്ട, അസോസിയേറ്റ് പദവി മതിയെന്നും പറഞ്ഞു. UDF നേതൃത്വത്തിന്റെ മനസ്സിലുള്ളത് അറിയാനാണ് ചോദിച്ചതെന്നും അല്ലാതെ തനിക്കത് വേണ്ടിയിട്ടല്ല എന്നുമാണ് അൻവറിന്റെ നിലപാട്. ഇനി സന്മനസ്സുള്ളവർ ആരെങ്കിലും വല്ല ബക്കറ്റ് പിരിവോ ഫണ്ട് പിരിവോ ഒക്കെ നടത്തി അൻവറിന് കെട്ടിവെക്കാനുള്ള കാശ് കൊടുക്കാൻ കനിയണം. നിലമ്പൂരിലെ പൊതുജനങ്ങളെ മറക്കരുത്. മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി മാത്രം.